ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ടീസർ റിയാക്ഷൻ ചെയ്യാം. ടീസർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻട്രോ. നമ്മളെ രാമായണം. അതെ, ഇത് നമ്മളുടെ ആദിപുരുഷല്ല, ആദിപുരുഷല്ല, നമ്മളുടെ രൺബീർ കപൂറിന്റെ രാമായണം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാസ്റ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മുടെ രാവണനായിട്ട് വരുന്ന യാഷാണ്, നമ്മുടെ KGF പുള്ളിയാണ് വരുന്നത്. പിന്നെ നമ്മൾ സായി പല്ലവിയാണ് സീതയായിട്ട് വരുന്നത്. രൺബീർ കപൂറാണ് രാമനായിട്ട്. അത് എന്റെ ഒരുപാട് കാര്യത്തിന്റെ ഒരു തുടങ്ങിയിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യം. ഗ്രാഫിക്സ് ഒക്കെ നല്ല ടോപ്പ് നോച്ച് ഗ്രാഫിക്സ് ആണ് പറയുന്നുണ്ട്. പിന്നെ അതിന് മ്യൂസിക് ചെയ്യുന്നതിൽ റഹ്മാൻ, അതിന് ഹാൻഡ് സിമ്മർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര വലിയൊരു ബഡ്ജറ്റിലുള്ള സാധനമാണ് അത്. അപ്പോൾ അതിന്റെ ഒരു ഇൻട്രോ പുറത്തിറങ്ങിയിട്ടുണ്ട്. അല്ലാതെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് ആയിരിക്കും. കാരണം ആദിപുരുഷ് ഇറങ്ങിയതിനു ശേഷമാണ് അത്രയ്ക്കും ഭയങ്കര ഒരു മോശം ഹൈ ബഡ്ജറ്റ് സിനിമ ഇറങ്ങുമ്പോൾ ഗ്രാഫിക്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളൊരു ഇത് വന്നു. ആദിപുരുഷ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദിപുരുഷുകൾ റിവ്യൂ ചെയ്ത് വിഷമിച്ചിറങ്ങിയ സിനിമയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്നാലും നമുക്ക് ഇൻട്രോ കണ്ടു നോക്കാം, എന്താണെന്നൊക്കെ അറിയില്ല. നമുക്ക് അതിന്റെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു. Creates protests. Destroy. ജസ്റ്റ് ഗ്ലിംസ് എടുത്തു പോയില്ലേ. മറ്റേ ഒന്ന് കാണു നോക്കാം. നമുക്ക് ആ ഒരു എന്താണ് സംഭവം നോക്കട്ടെ. സണ്ണി ഡിയോള് അനുമാനായിട്ട് പാർട്ട് 1 ആണ് ദീപാവലിക്ക്. അടുത്ത വർഷം ഫസ്റ്റ് പാർട്ട് 1, അടുത്ത വർഷം പാർട്ട് 2. നല്ലൊരു ഒന്ന് കാണിച്ചില്ല, ക്ലിംസ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ എന്റെ ഡീറ്റെയിലിംഗ് നല്ല രസമുണ്ടായി. ടൈറ്റിൽ ഗ്ലോബ് നല്ല കൊള്ളാം. പിന്നെ നിതേഷ് തിവാരി ഡയറക്ടറുടെ ദംഗല്, അതുപോലെ ചിച്ചോരി അങ്ങനെ സിനിമകൾക്ക് ഡയറക്ടർ ചെയ്ത പുള്ളിയാണ്. അതൊക്കെ നല്ല പടങ്ങളായിരുന്നു. പക്ഷെ ആദ്യമായിട്ടും ചിലപ്പോ ഇങ്ങനെ
പ്രൊഡ്യൂസർ നമിത് മൽഹോത്ര പുള്ളിയാണ് മറ്റേ ബ്രഹ്മാസ്ത്ര പാർട്ട് 1 ഇറക്കിയത്. അതെനിക്ക് ഇഷ്ടപ്പെടായിരുന്നു. പക്ഷെ മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഈ ശിവ എന്ന് ആലിയ പാട്ട് വിളിക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ പടം നല്ല പടമായിരുന്നു. നല്ല ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു അതിന്റെ. അപ്പൊ എന്തായാലും ഇതില് പക്ഷെ നല്ല ടീമിനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹോളിവുഡ് ടീമിനെയാണ് കൂടുതൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് അടക്കം ഹാൻസ് സിമ്മർ അപ്പൊ കൊള്ളാം. നല്ല ഒരു പാർട്ട് 1 ആണ് ദീപാവലിക്ക് ഇറങ്ങുന്നത്. പാർട്ട് 2 അതിന്റെ അടുത്ത് 2026 അപ്പൊ സമയം എടുക്കും. അപ്പൊ പതുക്കെ ഉണ്ടാവുള്ളൂ ഓരോന്നും. അതെ നല്ലതായി. കാരണം ആദ്യം അത്രയ്ക്കും മോശമായിരുന്നു. പക്ഷെ ഇത് കൊള്ളാം. അതിന്റെ രസമുണ്ട്. പിന്നെ ഈ കൂടുതൽ അതിന്റെ എന്താ പറയാ വിഷ്വൽസ് വീഡിയോസ് ഒക്കെ വരട്ടെ. എന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുള്ളൂ തോന്നുന്നു എനിക്ക്. അതുകൊണ്ടായിരിക്കും അതൊന്നും ഇറങ്ങിയിട്ടില്ല. എന്തായാലും കൊള്ളാം. അപ്പൊ വരട്ടെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരട്ടെ. അപ്പൊ കണ്ടു നോക്കാം. അപ്പോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.